പുതിയ പ്രഭാതത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ അവകാശമായി തീരുവാൻ, അനുഭവമായി തീരുവാൻ ദൈവത്തിൻ്റെ കൃപ കൂടെ ഇരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തനിമയിലേക്ക് എന്ന യൂട്യൂബ് ചാനൽ വഴിയായി ദൈവം അതിനുള്ള ശക്തിയും ബലവും നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. 37 സങ്കീർത്തനം 1 വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ജീവിതത്തിൽ പലതരത്തിലുള്ള ഭാഗ്യങ്ങളെക്കുറിച്ച് വേദപുസ്തകത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ ഓർപ്പിക്കുന്നത് നിഷ്കളങ്കമായ ഒരു ജീവിതമാണ് ഭാഗ്യാവസ്ഥ എന്ന സത്യം നമുക്ക് ബലം പകരുവാൻ, ശക്തി പകരുവാൻ, അതിനുള്ള വാഞ്ച തരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലംഘനം ക്ഷമിക്കപ്പെട്ട ഒരു ജീവിതം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കുറവുകളും തെറ്റുകളും പരാജയങ്ങളും നമ്മെ ലജ്ജിതരാക്കി തീർക്കുകയാണ്, നമ്മളെ ഉത്സാഹമില്ലാത്തവരാക്കി തീർക്കുന്നു. എന്നാൽ അവ ക്ഷമിക്കപ്പെടുമ്പോൾ, പാപം മറച്ചു കിട്ടി എന്നുള്ള ബോധ്യം വരുമ്പോൾ നമ്മളെ കൂടുതൽ വിനയമുള്ളവരാക്കി തീർക്കുന്നു, താഴ്മയുള്ളവരാക്കി തീർക്കുന്നു. എൻ്റെ കുറവുകളും എൻ്റെ ബലഹീനതകളും മറ്റുള്ളവർ ക്ഷമിച്ചും മറച്ചും തരുമ്പോൾ ഞാനും അവരുടെ തെറ്റുകളും കുറവുകളും ക്ഷമിക്കുവാനും മറയ്ക്കുവാനും ബാധ്യസ്ഥ ആണെന്നുള്ള സത്യം നമ്മുടെ അന്തരാത്മാവ് നമ്മളെ ഓർപ്പിക്കുവാൻ ഇടയാക്കുന്നു. റാണി മറിയം എന്ന ഒരു വിശുദ്ധ കേരളത്തിൽ ജീവിച്ച കാലം അധികം ദൂരമല്ലാതെ സമീപകാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ വിശുദ്ധ കേരളത്തിൽ നിന്ന് ഒരു കന്യാസ്ത്രീയായി മാറി സുവിശേഷവൽക്കരണത്തിന് വേണ്ടി വടക്കേ ഇന്ത്യയിലേക്ക് കടന്നുപോയി. അവിടെ ദൈവസ്നേഹം അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾക്ക് പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പഠിപ്പിക്കലുകൾ മൂലം, അവരുടെ സഹവാസം മൂലം ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ, പാവപ്പെട്ടവരുടെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ അവിടെയുള്ള ജന്മിമാരെ ചൊടിപ്പിക്കുവാൻ ഇടയായി. ജന്മിമാർ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്ത് അവരെ ധനം സമ്പാദിക്കുകയും അവരുടെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൽ കുപിതരായ ജനങ്ങൾ, ജന്മിമാർ, ഒരു വാടക കൊലയാളിയെ കൊണ്ട് റാണി മറിയത്തെ വധിക്കുവാൻ ഇടയായി. വളരെ നീചവും ക്രൂരവുമായി ഒരു ബസ് യാത്രയ്ക്കിടെ ഒരു വാടക കൊലയാളി ചെറുപ്പക്കാരിയായ റാണി മറിയത്തെ നിഷ്ഠൂരം വധിക്കുവാൻ ഇടയായി. കൊലയാളി ജയിലിൽ അടയ്ക്കപ്പെട്ടു. ജയിലിലായിരുന്ന കൊലയാളിയെ ജയിലിൽ സുവിശേഷ വേല നടത്തിയിരുന്ന ഒരു പുരോഹിതൻ സന്ദർശിക്കുകയും പാപബോധം വരുത്തുകയും ചെയ്തു. പാപബോധം വന്ന ഈ കൊലയാളി മാനസാന്തരപ്പെടുവാനിടയായി. ഇത് അറിഞ്ഞ റാണി മറിയത്തിൻ്റെ കുടുംബാംഗങ്ങൾ, ആദ്യം റാണി മറിയത്തിൻ്റെ സഹോദരി, ഒരു കന്യാസ്ത്രീ തന്നെയാണ്, ജയിലിൽ ഈ കൊലയാളിയെ സന്ദർശിക്കുകയും ഒരു സഹോദരൻ എന്ന നിലയിൽ രാഖി കെട്ടുവാനുള്ള പ്രത്യേക ദിവസത്തിൽ ഈ മനുഷ്യൻ്റെ അടുക്കൽ വന്ന് രാഖി കെട്ടി അവനെ സഹോദരനായി സ്വീകരിക്കുകയും ചെയ്തു. ഈ കൊലയാളി ജയിലിലെ തൻ്റെ കാലാവധി തീർത്ത ശേഷം പുറത്തിറങ്ങി. അതിനോടിടയ്ക്ക് റാണി മറിയത്തിൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം ഈ മനുഷ്യനെ സ്നേഹപൂർവ്വം സന്ദർശിക്കുകയും അവരെ ഇവരുടെ കുടുംബത്തിലെ ഒരംഗത്തെ പോലെ പെരുമാറുകയും ചെയ്തു.
ഈ മാറ്റം, ഈ പെരുമാറ്റം ഈ കൊലയാളിയിൽ വലിയൊരു മാറ്റമുണ്ടായി. ഇതുപോലെയുള്ള ജീവിതം ആദ്യമായിട്ടാണ് കാണുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട റാണി മറിയത്തെ നിഷ്ഠൂരം കൊല ചെയ്ത ഒരു കൊലയാളിയെ സഹോദരതുല്യം സ്നേഹിക്കുകയും മാതാപിതാക്കൾ സ്നേഹപൂർവ്വം പുണരുകയും ചെയ്യുന്ന ഈ കാഴ്ച, അത് തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ അനുഭവമാണ്. പുതിയൊരു വഴിത്തിരിവിലേക്ക് ഈ കൊലയാളി തിരിഞ്ഞു വന്നു. കൊലയാളി നാട്ടിലുള്ള തൊടുപുഴയിൽ വന്ന് റാണി മറിയത്തിൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും സന്ദർശിക്കുകയും അവരോടൊപ്പം അവരുടെ സ്നേഹം അനുഭവിച്ചുകൊണ്ട് ചില സമയം ചെലവിടുകയും ചെയ്തത് വലിയൊരു ലോകത്തിന് തന്നെ ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ എങ്ങനെയാണ് ലംഘനം ക്ഷമിക്കുന്നത്, പാപം മറയ്ക്കുന്നത്? ദൈവസ്നേഹത്തിന് തങ്ങളെ തന്നെ പരമേൽപ്പിക്കുമ്പോൾ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അത് ആ ഒരു ജീവിതത്തിൻ്റെ ഭാഗ്യാവസ്ഥ അത് വർണ്ണിക്കുവാനായിട്ട് കഴിയുകയില്ല. റാണി മറിയത്തിൻ്റെ ഭവനാംഗങ്ങളെയൊക്കെയും നാട് മുഴുവനും മാധ്യമങ്ങളിൽ കൂടെയൊക്കെയും അവരെ പുകഴ്ത്തുവാൻ ഇടയായി. ഇത് മനുഷ്യർക്ക് സാധ്യമാണ്. ദൈവസ്നേഹം നമ്മളെ ഭരിക്കുമ്പോൾ, ദൈവകൃപ നമ്മളെ മൂടുമ്പോൾ, നമ്മളെ നയിക്കുമ്പോൾ ഇതൊക്കെയും സാധ്യമാണ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത്, അന്യോന്യ ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും ക്ഷമിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ജീവിതശൈലിയാണ്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥനയിൽ ഒരു വാചകം നമ്മളെ ഓർപ്പിക്കുകയാണ്. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ, കുറ്റങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, എത്രമാത്രം ഞങ്ങളോട് ക്ഷമിക്കണം. നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഒരു മാനദണ്ഡം കൊടുക്കുകയാണ്. ഏതാണ് ആ മാനദണ്ഡം? മറ്റുള്ളവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ അതുപോലെ ഞങ്ങളുടെ കുറ്റങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവസന്നിധിയിൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുവാൻ, ക്ഷമ കാണിക്കുവാൻ, തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുവാൻ ദൈവം നമ്മെ അധികമായിട്ട് ആശീർവദിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഇന്നത്തെ പ്രവൃത്തി ദിവസത്തിൽ നമുക്ക് പ്രവേശിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.